സ്ക്വയർ റൂട്ട് ഓഫ് 196% എങ്ങനെ കാണുന്നു? അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് കാണാൻ പറ്റും. 196% ആണ്, 196 അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയെ 196ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 14% എന്ന് നമ്മൾ എഴുതാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 196%. അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. അപ്പോൾ ഈ 196/100നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 14/10 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും പോയി. ബാക്കി നമ്മുടെ ആൻസർ എന്താണ്? 14/10. 14/10 ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ ആൻസേഴ്സ് എന്താണ്? എല്ലാം പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10ഉം ഈ 0യും പോയി. ബാക്കി 14 × 10 ദാറ്റ് ഈസ് 140%. ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ? അപ്പോൾ 140% ആണ് നമ്മുടെ ആൻസർ. 14% എന്ന് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് 196ൻ്റെ സ്ക്വയർ റൂട്ട് 14 ആണ്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജും കൂടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അല്ല, ഡിവൈഡഡ് ബൈ 10 എഴുതിയിട്ട് നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ പെർസെൻറ്റേജും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 140% ആണ് റൈറ്റ് ആൻസർ. ഓക്കെ.